നമസ്കാരം. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അധിക്ഷേപിക്കുന്നോടാ 325 രൂപ വിലയുള്ള സംശയം കടയിൽ പോയി ചോദിച്ചു കിലോക്ക് 325 രൂപ വിലയുള്ള ഈ ഓട്ടുവിളക്ക് കക്കാത്തൊക്കെ വെള്ളം അതപ്പറ്റില്ലേ ഈ കാളിദാസ്. എന്റെ ലക്ഷ്യം ഇവിടുത്തെ പഞ്ചലോഹ വിഗ്രഹമാണ്. സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി പണമാക്കി മാറ്റി എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പുറപ്പെട്ടിട്ടില്ല രാമു. ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഇത്തിരി സ്വർണ്ണം എടുത്തോണ്ടിരിക്കുക. പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റും പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. അത് കൂടാതെ ഈ ശബരിമലയിലെ ഈ പീഠത്തിൻ്റെ അളവ് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു. ഇത് ദേവസ്വം ബോർഡ് അധികൃതർ അറിയാതെയാണ്, അല്ലെങ്കിൽ അവരുടെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു അളവെടുക്കുന്ന രീതി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനാ കേമൻ. ഇയാൾ എപ്പോ നോക്കിയാലും ആ വിഗ്രഹം തുടക്കുകയാണല്ലോ. എടോ തേഞ്ഞു തീരും. കുറച്ചാലല്ലേ നല്ല തിളക്കം കിട്ടൂ, എന്നാലല്ലേ വലിയ വില കിട്ടൂ. വിലയോ? സത്യത്തിൽ വലിയ സുരക്ഷയുള്ള ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ശബരിമലയിലെ ഈ പ്രധാന സ്വർണ്ണപ്പാളികളുടെയും അതുകൂടാതെ ഈ പീഠങ്ങളുടെയും എല്ലാം തന്നെ അളവെടുക്കാൻ സാധിക്കുന്നത്? ഇതൊരു സുവർണാവസര. ധർമ്മശാസ്താവിന്റെ മുൻപിലിരിക്കുന്ന ദ്വാരപാലകരുടെ പീഠത്തിന്റെ അളവ് മാത്രമാണോ, അതോ സാക്ഷാൽ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ അളവ് ഇവർ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് 1500 വർഷം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. ആദ്യം ഇതിന്റെ വില പറ. അപ്പൊ ഇത് ഒരു പീഠത്തിന്റെയോ സ്വർണ്ണപ്പാളിയുടെയോ മാത്രം കഥയല്ല. ഇത് എന്താ പറയാ, ഒരു KGF സിനിമയുടെ സ്റ്റോറി പോലെയാണ്. പക്ഷേ സാറിനെ പറ്റി പലതും അവർ അറിഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു ഖനിയാണ്. ദേവസ്വത്തിന്റെയും ദേവന്റെയും സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് ചതിയല്ലേ? അതെ, ചതിയാണ്. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു.